റമദാനിലെ നോമ്പ് നിർബന്ധമാണെന്ന് അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ നോമ്പ് വെക്കാൻ തയ്യാറല്ല. അയാൾ നോമ്പ് നോക്കുന്നില്ല, മടി കാരണത്താൽ, അശ്രദ്ധ കാരണത്താൽ. അയാൾ കാഫിറാകുമോ? ഇല്ല. ഹജ്ജ് നിർബന്ധമാണ് എന്ന് അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഹജ്ജ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ഹജ്ജ് എന്തെങ്കിലും മടി കാരണത്താൽ ഉപേക്ഷിക്കുകയാണ്. അയാൾ കാഫിറാകുമോ? കാഫിറാകുകയില്ല. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യം വ്യത്യസ്തമാണ്. നിസ്കാരം ഒരാൾ നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതുവരെ അത് പിന്തിച്ചു വെക്കുകയും അങ്ങനെ ബോധപൂർവം അവൻ നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്താൽ അവൻ കാഫിറാണ്. ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ധാരാളം ഉലമാക്കളുടെ അഭിപ്രായമാണ്. എന്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തർക്കുസ് സ്വലാഹ്. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വിടവ് എന്താണ് എന്ന് ചോദിച്ചാൽ തർക്കുസ് സ്വലാഹ്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരു മനുഷ്യനും